ഹായ് ഹലോ മക്കളുമാരെ, മഴയുണ്ടോ? എന്നാ മഴ ഇത്! ഇവിടെ ഭയങ്കര മഴയാണ്. എല്ലാവർക്കും ഗുഡ് 4-5 മോർണിംഗ് ദിവസം കൊണ്ട് മക്കളുമാരെ. പെരുമഴ. പുറത്തിറങ്ങാനേ വയ്യ. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? എല്ലാവരും സുഖമായിരിക്കുന്നല്ല? വെള്ളമാണ്, സൂക്ഷിക്കുക. മഴയത്തൊന്നും ഇറങ്ങാതെ. ഇപ്പം കോവിഡും കാര്യങ്ങളും ഒക്കെ എല്ലായിടും ഉണ്ടല്ലോ. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്നറിയാം, ഒരു സ്പെഷ്യൽ സാധനമാണ്. അറിയാമോ? ഒരു വെറൈറ്റി പുട്ട്. മഴയൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചേ ഒരു വെറൈറ്റി പുട്ടാക്കി കളയും. പുട്ടും കടലയാക്കാന്ന്. പുട്ടും കടലയല്ല, പുട്ടും പയറും ആക്കാന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റാഗിപ്പൊടി, പിന്നെ പച്ചരിപ്പൊടി, റേഷനരി പൊടി. ഇതെല്ലാം വറുത്ത് പൊടിച്ചതാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്തത്. പുട്ട് പൊടിക്കാണ് ഇത് ഞാൻ പൊടിയായിട്ട് പൊടിപ്പിച്ചതിന് ശേഷം ഇതിന് നനച്ച് എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മുടെ ആവശ്യത്തിന്. നമുക്ക് 2 ഗ്ലാസ് 2 പേർക്ക് മതി. അതുകൊണ്ട് അതിന് കണക്കാക്കി 2 കുറ്റി പുട്ടിന് കണക്കാക്കി അതെടുത്ത് നനച്ച് എല്ലാം സെപ്പറേറ്റ് നനച്ചതിന് ശേഷം ആദ്യം തേങ്ങ പൊടിച്ചില്ല, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റേഷനരി പൊടി പൊടിച്ച് നനച്ചത് ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ റാഗിപ്പൊടി നനച്ചതിടും. വീണ്ടും തേങ്ങ ഇടും. വീണ്ടും തേങ്ങ ഇട്ടതിന് ശേഷം പച്ചരി പൊടിച്ചത് നനച്ചത് അത് ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങയും കൂടെ വെച്ചിട്ടാണ് ഞാൻ പുട്ടുകുറ്റിയിൽ വെച്ച് കുടത്തി വെച്ച് വേവിച്ചെടുത്തത്. നല്ല അടിപൊളി ചൂട് പറക്കുന്ന പുട്ട് കണ്ട അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റാണ്. പണ്ട് അമ്മച്ചി മഴയൊക്കെ ഉള്ള സമയത്ത്, കൂടുതലും മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കുന്നത്. ചൂടോടെ പുട്ടും പയറും പപ്പടവും കൂടെ ഉണ്ടാക്കി തരുന്ന ഓർമ്മ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അതിനെ പെരുമഴയും കൂടെയാണ് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പുട്ടും പയറും ഉണ്ടാക്കാം. അങ്ങനെ പുട്ടും പയറും ഉണ്ടാക്കിയതാ. നല്ല അടിപൊളി പുട്ടാണ്. കണ്ടപ്പോഴേ നിങ്ങളുടെ വായ വെള്ളം വരുന്നില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കേ. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. പയറ് ഇച്ചിരി നന്നായിട്ട് വേവണം. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് എടുക്കണം. നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് ഇങ്ങനെ ഇച്ചിരി വെള്ളമായിട്ടിരിക്കുന്നതാണ് പുട്ടാകുമ്പോൾ നല്ലത്. എന്നിട്ട് ഇളക്കുക. പിന്നെ ഒരു ബുൾസൈ. എല്ലാ ദിവസവും മുട്ട പുഴുങ്ങുന്നില്ല, അപ്പോൾ ഇന്നെല്ലാം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബുൾസൈ ആക്കി. എണ്ണ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ഈ എണ്ണ ഇത് കണ്ടപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേന് പപ്പ ഒരു മുട്ട പൊടിക്കാനായിട്ട് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയെങ്കിലും പണ്ട് ഒഴിക്കുമായിരുന്നു. ഇതെനിക്ക് ഓർമ്മ ഉണ്ട്. ഞാനിതിപ്പോൾ ഒഴിച്ചപ്പോൾ അറിയാതെ ഒഴിച്ചു പോയതാണ്. ഈ അടുത്ത കടുക് വറക്കുമ്പോഴേക്കും എടുക്കും. പുളിസയാക്കി അതിനകത്തോട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നല്ല മഴയല്ലേ, എല്ലാം ചൂടായിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ? അപ്പം ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ. പിന്നെ ഇന്നലെ പപ്പ മേടിച്ചുകൊണ്ട് വന്നൊരു പഴം ഉണ്ടായിരുന്നു. ചെറിയ പഴം, സാധാരണ ഏത്തപ്പഴമാണ്, നല്ല ചെറിയ പഴമുണ്ട്. അപ്പം അതുണ്ടായിരുന്നു. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.